ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മുടെ +2 മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററായ ഇൻ്റഗ്രൽസ് ആണ് നമ്മൾ എന്താക്കുന്നത് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നോക്കാം, എന്തിനാണ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഉള്ള ബേസിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പോയി കാണുക. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻ്റഗ്രൽസിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം ഇൻ്റഗ്രലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രലാണ് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നതാണ് എക്സ് റൈസ് ടു n+1/n+1. ഈ ഒരു ഇന്റഗ്രൽ എക്സ് റൈസ് ടു n ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു n+1/n+1. ഈ ഒരു ഫോർമാഷനുള്ള ഇന്റഗ്രേഷൻ നിങ്ങൾ പഠിക്കൽ മസ്റ്റ് ആണ്, ബിക്കോസ് ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ എക്സ് റൈസ് ടു 2dx എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ n is equal to എന്താണ് 2 ആണ്. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് റൈസ് ടു 2+1/2+1. അതേപോലെ തന്നെ എന്ത് വരും, എക്സ് റൈസ് ടു 3/3 വരും. ഈ പിന്നെ ഇന്റഗ്രൽസിൽ നോക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഏതൊരു ഇന്റഗ്രൽ കണ്ടുപിടിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒരു സി ചേട്ടൻ ഉണ്ടാകും. ഏത് ചേട്ടൻ ഉണ്ടാകും? സി ചേട്ടൻ. ഇന്റഗ്രൽ കോൺസ്റ്റന്റ് എന്ന് വിളിപ്പേരുള്ള ഇന്റഗ്രൽ കോൺസ്റ്റന്റ് അവിടെ ഉണ്ടാകും. ആ സീതിന ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പാടില്ല. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, എക്സ് റൈസ് ടു 2+1/2+1. ഇനി അതുപോലെ തന്നെയാണ് ഇന്റഗ്രേഷൻ ഓഫ് 1/x² dx. ഇതെന്താണ് 1/x² dx ആണ്. ഇതിനെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം, 1/x² നമുക്ക് എന്താക്കാം, x² മേലയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു -2 എന്ന് മാറ്റി എഴുതാലോ. എക്സ് റൈസ് ടു -2. അപ്പൊ ഞാൻ ഇതിനെ മാറ്റി എഴുതി എക്സ് റൈസ് ടു -2 dx. എക്സ് റൈസ് ടു -2 dx. എന്നിട്ട് നേരത്തെ സെയിം സമം ഇവിടെ എന്താണ്, n = എന്താണ്, -2 ആണ്. സോ എന്ത് വരും, എക്സ് റൈസ് ടു -2 + 1/-2+1. അപ്പൊ എന്ത് വരും, -1/x എന്ന് വരും. ഓക്കെ, ഇതാണ് ഇന്റഗ്രൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഇന്റഗ്രൽ എന്ന് പറയുന്നത്, ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ എ എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ √x, ഇന്റഗ്രേഷൻ ഓഫ് √x എന്താണ്, √x dx. √x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് റൈസ് ടു 1/2 ആണ്. അപ്പം ഇതിനെ എങ്ങനെ മാറ്റി ഇത് കണ്ടുപിടിച്ചാൽ മതി, ഇന്റഗ്രൽ എക്സ് റൈസ് ടു 1/2 dx കണ്ടാൽ മതി. അതന്നെ എന്നിന് പകരം 1/2 എടുക്കുക. ഇനി പിന്നെ ഒരു കേസ് നമുക്ക് പറയാനുള്ളത് എന്താണ്, ഇന്റഗ്രേഷൻ 1/x dx ആണ്. ഇതിന് മാത്രം നമ്മുടെ താഴെ എക്സിന്റെ കോയിഫിഷ്യന്റ്, അതായത് എക്സിന്റെ കോയിഫിഷ്യന്റ് 1/x എന്ന് പറയുമ്പോൾ എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണ്, ഇതിനെങ്ങനെ മാറ്റി എഴുതാം, എക്സ് റൈസ് ടു -1 എന്ന് എഴുതാം. n നോട്ട് ഈക്വൽ ടു എന്താക്കണം, -1 ആയിരിക്കണം. നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ ഫോർമുല, n ഈക്വൽ ടു -1 ആണെങ്കിൽ 1/x dxന്റെ ഇന്റഗ്രേഷൻ എന്തായിട്ട് മാറും, log x, log mod x പ്ലസ് c. അപ്പം ഇന്റഗ്രേഷൻ ഓഫ് 1/x dxന്റെ ഇന്റഗ്രൽ എന്താണ്, ലോഗ് മോഡ് എക്സ്. ഇനി ഇന്റഗ്രേഷനെ വേറൊരു പേര് വിളിക്കും, അതാണ് മക്കളെ ആന്റി ഡെറിവേറ്റീവ്. അതായത് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും തരിക, അതിന് ഇന്റഗ്രൽ. അതായത് ഇന്റഗ്രേഷൻ ഓഫ് 1/x dx എന്താണ്, ലോഗ് മോഡ് എക്സ് അല്ലേ. d/dx ഓഫ് ലോഗ് എക്സ് എന്താണ്, ഈക്വൽ ടു 1/x ആണ്. ഒരു സി അവിടെ ഉണ്ടാവില്ലെന്നുള്ളൂ. അതായത് അതിനെയാണ് നമുക്ക് ഇന്റഗ്രേഷൻ ആന്റി ഡെറിവേറ്റീവ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ എക്സ് റൈസ് ടു n ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു n+1/n+1. പിന്നെ അടുത്തതാണ് ഒരു കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രേഷൻ. നമ്മൾ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് പറഞ്ഞ എന്താണ്, 0 എന്നാണ്. ഇവിടെ കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും, നിങ്ങൾ ഇന്റഗ്രേഷൻ ഓഫ് 5 ഒരു കോൺസ്റ്റന്റ് അല്ലേ, 5dx എന്തായിരിക്കും, നിങ്ങൾക്ക് ഉത്തരം വരിക 5x + c ആയിരിക്കും. അതായത് കോൺസ്റ്റന്റിന്റെ കൂടെ ഒരു എക്സ് കൊടുക്കണം. അതാണ് കോൺസ്റ്റന്റിന്റെ ഇവിടെ ഉള്ള കളി. ഓക്കെ, ഇനി പിന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇന്റഗ്രേഷൻ ഓഫ് cos x എന്നാണ്, sin x ആണ്. ഡെറിവേറ്റീവ് ഓഫ് cos x എന്താണ്, -sin x ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേഷൻ ഓഫ് cos x എന്തായിരിക്കും, sin x ആയിരിക്കും. അതേപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് sin x എന്തായിരിക്കും, -cos x. അതായത് ഡെറിവേറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ്, ആന്റി ഡെറിവേറ്റീവ്. ഓക്കെ, പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ ലാസ്റ്റുള്ള മൂപ്പർക്കാണ്. ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ യൂസ് ചെയ്യാനുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഇവനെ വെച്ചിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ d/dx ഓഫ് tan x, അതായത് ഡെറിവേറ്റീവ് ഓഫ് tan ഇൻവേഴ്സ് ഓഫ് x എന്താണ്, 1/1+x² ആണ്. ഇവനെയാണ് പഠിക്കേണ്ടത്. ഇന്റഗ്രേഷൻ ഓഫ് 1/1+x² എന്നുള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, tan ഇൻവേഴ്സ് ഓഫ് x. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം
നമ്മുടെ 1/x. പിന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഇ റൈസ് ടു എക്സ് തന്നെയായിരിക്കും. ഇന്റഗ്രേഷന്റെ കേസിൽ ഒരു പ്ലസ് സി വരും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ കാണാൻ പോകാം. ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് കാണുക? ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് ഒരു പ്രോബ്ലം, ഇൻ്റഗ്രേഷൻ എക്സ് ക്യൂബ് മൈനസ് 1 ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ് സ്ക്വയർ. എങ്ങനെയാണ് കാണുക? എക്സ് ക്യൂബ് മൈനസ് 1 എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ. ഞാൻ എന്താണ് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് 1 എക്സ് സ്ക്വയർ ഡി എക്സ്. കണ്ടല്ലോ, സ്പ്ലിറ്റ് ചെയ്തുണ്ടല്ലോ. ഇനി സ്പ്ലിറ്റ് ചെയ്ത സാധനത്തിന്റെ ഡെറിവേറ്റീവ് കാണാം. ഈ 2ഉം എന്താക്കാം, ഈ 3യും ഈ എക്സ് സ്ക്വയറും 2ഉം വെട്ടി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തെങ്കിലും എക്സ് ഡി എക്സ് മൈനസ് എക്സ് റൈസ് ടു മൈനസ് 2 ഡി എക്സ്. എന്നിട്ട് ഇത് കണ്ടുപിടിച്ചോ. ഇത് കണ്ടുപിടിച്ച് എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇവിടെ എന്ത് വരും? മൈനസ് 1/x വരും. ദാറ്റ് ഈസ് പ്ലസ് 1/x പ്ലസ് സി വരും ഇതിന്റെ ആൻസർ. ഓക്കെ, എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് എക്സ് റൈസ് ടു മൈനസ് 2 നമ്മൾ കുറച്ചു മുന്നേ അടിച്ചത് എന്താണ്? മൈനസ് 1/x ആണ്. ഓക്കെ, അപ്പം ആ ഒരു ഉത്തരം കിട്ടും. സി നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വലിച്ചു നീട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനിയാണ് നമ്മളെ ഒരു ഇന്റഗ്രേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അതായത് ഒരു ഇന്റഗ്രേഷൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഇന്റഗ്രേഷനിൽ കാണാൻ പറ്റുന്നത് എവിടെയെങ്കിലും എന്തിനെങ്കിലും ഡെറിവേറ്റീവ് അവശേഷിക്കുന്നുണ്ടോ, ബാക്കിയുണ്ടോ, അവിടെ ഏതിനെങ്കിലും ഡെറിവേറ്റീവ് അവൈലബിൾ ആണോ എന്ന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. പ്രോബ്ലം ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 1 + x സ്ക്വയർ. നിങ്ങളുടെ ഇവിടെ ഒരു കാര്യം നോക്കളെ, എൻ്റെ ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്താണ്? d by dx of tan inverse of x that is equal to എന്താണ്? 1/1 + x സ്ക്വയർ അല്ലേ? നമ്മൾ നേരത്തെ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യം. അപ്പം അതായത് ഞാൻ ഇവിടെ t is equal to tan inverse of x എന്ന് കൊടുത്ത്. എന്താ കൊടുത്തത്? t is equal to tan inverse of x. എങ്കിൽ എൻ്റെ dt by dx എന്താണ്? dt by dx that is equal to എന്താണ്? 1/1 + x സ്ക്വയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡി ടി ഈക്വൽ ടു എന്തായിരിക്കും? ഡി ടി ഈസ് ഈക്വൽ ടു 1/1 + x സ്ക്വയർ ഡി എക്സ് ആയിരിക്കുമല്ലോ. ഡി ടി എന്ന് പറയുന്നത് 1/1 + x സ്ക്വയർ ഡി എക്സ് ആയിരിക്കുമല്ലോ. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ പോയിട്ട് എന്താക്കാണ്? ഇവിടെ കൊടുക്കുകയാണ്. നോക്കിക്കോളെ. അപ്പം ഞാൻ എന്താ കൊടുക്കാം? ഇന്റഗ്രേഷൻ ഓഫ് സൈന് അത് അങ്ങനെ തന്നെ വെച്ചു, ഒരു മാറ്റവും വരുത്തിയില്ല. ഇന്റഗ്രേഷൻ ഓഫ് സൈൻ അങ്ങനെ വെച്ചു. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ടി കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു. ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്? ഇൻറ്റു 1/1 + x സ്ക്വയർ ഡി എക്സ് ഇല്ലേ? 1/1 + x സ്ക്വയർ ഡി എക്സ് ഇല്ലേ? ആ 1/1 + x സ്ക്വയർ ഡി എക്സ് അല്ലേ നമ്മുടെ ഡി ടി എന്ന് പറയുന്നത്? നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ പ്രകാരം വന്നതാണത്. എന്താണ്? ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് കൊടുക്കുമ്പോൾ ഡി ടി ബൈ ഡി എക്സ് എന്താണ്? 1/1 + x സ്ക്വയർ ആണ്. ആണല്ലോ ഇതാ ഇവിടെ കൊടുത്തത്. ഇനി അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡി ടി എന്ന് മാത്രം നോക്കും. ഡി എക്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 1/1 + x സ്ക്വയർ ഡി എക്സ് ആണ്. ഇവിടെ ബാക്കിയുള്ള എന്താണ്? 1/1 + x സ്ക്വയർ ഡി എക്സ് ആണ്. അതിന് പകരം എനിക്ക് ഡി ടി എന്ന് കൊടുക്കാലോ. അപ്പം എൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഇന്റഗ്രേഷൻ ഓഫ് സൈൻ ഓഫ് ടി ഡി ടി എന്ന് മാറിയില്ലേ? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? മൈനസ് കോസ് ടി പ്ലസ് സി ആണല്ലോ. മൈനസ് കോസ് ടി പ്ലസ് സി. ഇനി കൊടുത്തോ മൈനസ് കോസ് ടിക്ക് പകരം ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താക്കുക? ഇറക്കി കൊടുക്കുക. ദാറ്റ് ഈസ് എന്തെടുക്കാം? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സി. കണ്ട, ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പം ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമ്മളൊരു ഇൻ്റഗ്രേഷൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താക്കേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. അതായത് ആ സബ്സ്റ്റിറ്റ്യൂഷന് അതിലെവിടെയെങ്കിലും കൊടുക്കാനുണ്ടോ? ഇതാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആക്കി പഠിക്കട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്, ഇതിൽ നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് ലൈവിൽ. ഇനി അടുത്താണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. ഇത് ഞാൻ അധികം എന്താക്കുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നില്ല, കാരണം ഇത് ചോദിക്കൽ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ ടൈം കളയുന്നില്ല. ഇതിൻ്റെ എന്താക്കണം, നമ്മളെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ലൈവിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. ഇനി അടുത്താണ് മക്കളെ ഇന്റഗ്രേഷൻ ഓഫ് എ സം പെർട്ടിക്കുലർ ഫംഗ്ഷൻസ്. ഇന്റഗ്രേഷൻ ഓഫ് എ സം
പെർട്ടിക്കുലർ ഫങ്ഷൻസ്. ഇതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട്. ഇതിലെ ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് 1/x² - x² എന്നാണ്, a² എന്നാണ്. 1/2a log മോഡുലോസ് ഓഫ് x - a/x + a + c. നിങ്ങൾ എന്താക്കിയാൽ മതി, ഇത് ലിങ്ക് ചെയ്ത് പഠിച്ചാൽ മതി. ഫസ്റ്റ് എന്താക്കുക, ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യുക. എന്താണ് ഇന്റഗ്രേഷൻ ഓഫ് dx ബൈ x² - a² ഈക്വൽ എന്താണ് 1/2a log മോഡുലസ് ഓഫ് x - a മോഡുലസ് ഓഫ് x + a + c. അതേപോലെ തന്നെ x² - a² മാറിയിട്ട് a² - x² ആകുമ്പോൾ എവിടെയാ മാറ്റം വരിക, ഈ x - a/x + a ഇല്ലേ അതൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം എന്ത് വരും, a + x/a - x എന്ന് വരും. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്ത് വരും, a + x/a - x അത് മാത്രം വരും. ഇനി ഇതും ഇവനെയും എന്താക്കുക, ഒന്ന് ലിങ്ക് ചെയ്യുക. dx/x² + a², അതേപോലെ തന്നെ √(a² - x²). അതേപോലെ ഇതാ √(x² - a²) √(x² + a² ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കുക. അത് രണ്ട് അല്ലേ. മെയിൻലി ഇതെന്താ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണമാണ്. ഫസ്റ്റ് ഇതാ ഒരു ഭാഗത്താക്കി വെച്ച ഇവരെ 3 പേരെയുമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഇവരെ 3 പേരെയുമാണ്. സോ ഇതിന് 3 പേര് എന്താക്കുക, ഒന്ന് നല്ലോണം പഠിക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്താക്കാം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാ 1/x² - 6x + 13. ഇതാ ഇതിനെ ഞാനൊന്ന് മാറ്റി ചെയ്തിട്ട് ആ ഒരു ഫോർമുലയിലേക്ക് മാറ്റിയത്, ദാറ്റ് ഈസ് x² - 6x + 13. ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾക്ക് 1/x² - 6x + 13 dx എന്ന് തന്നു കഴിഞ്ഞാൽ ആ x² - 6x + 13 ആ ഒരു രണ്ടാം കൃത സമവാക്യം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ മാറ്റി എഴുതാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ക്ഷമ, ഒരു എക്സ് കൊടുക്കുക, എന്നിട്ട് രണ്ടാമതുള്ള ചിഹ്നം എന്താണോ അതിവിടെ കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, ഒരു നമ്പർ ഏതാണുള്ള ഗ്യാപ്പ് വിടുക, ഒരു സ്ക്വയർ കൊടുക്കുക. എന്നിട്ട് സ്ക്വയർ അതായത് 2ന്റെ ഏത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അടുത്ത നമ്പർ എന്ന് നോക്കുക. എക്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് 2ന്റെ ഏതിന്റെ മൾട്ടിപ്ലൈ നോക്കുക. ഇവിടെ 6 ആണ്, 6 2ന്റെ ഏത് മൾട്ടിപ്ലൈ 3, അതിവിടെ കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. എന്താണ് x² - 6x + 9. അപ്പൊ എന്താണ് ലാസ്റ്റ് +9 ആണുള്ളത്. ലാസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, +13 ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യണം, +4 കൂടി ആഡ് ചെയ്യണം. +4 കൂടി ആഡ് ചെയ്ത് എന്തായി, അത് 13 ആയില്ലേ. അപ്പൊ ഇതെന്താ, അപ്പം ഈ ഒരു സംഭവത്തിനാ എങ്ങനെ മാറ്റി എഴുതാം, ഇതിനാ x - 3² + 2² എന്ന് മാറ്റി ചെയ്താലോ. ആ മാറ്റി ചെയ്ത ഒരു മെത്തേഡ് ഉണ്ടെങ്കിലേ ഇതാണ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടത്തേക്ക് കൊടുക്കാം, ദാറ്റ് ഈസ് 1/x - 3² + 2² dx. അപ്പൊ എന്തായി 1/x² + a², ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് ഓഫ് x. അപ്പൊ ആ ഒരു പ്രോബ്ലം വെച്ചിട്ട് എന്താക്കുക, സോൾവ് ചെയ്യുക. tan ഇൻവേഴ്സ് ഓഫ് x/a ആണ് വരിക. ഇവിടെ ഉണ്ട് tan ഇൻവേഴ്സ് ഓഫ് x/a. ആ ഒരു ചോദ്യം 1/x² + a² ദാറ്റ് ഈസ് ഈക്വൽ ടു 1/a tan ഇൻവേഴ്സ് ഓഫ് x/a + c. ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് എന്താക്കുക, അത് സോൾവ് ചെയ്യുക. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക. അപ്പം അത് സോൾവ് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. അതും കൂടി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേഷൻ്റെ വലിയതായി ഇപ്പോൾ മിറേഷൻ ഇനിയും കുറേ ബാക്കിയുണ്ട്. സോ അടുത്താണ് മക്കളെ ഞാൻ ഇപ്പോൾ പറഞ്ഞ x² + bx + cക്ക് പകരം മുമ്പിലൊരു a വന്നു. ax² + bx + c എന്നുള്ള ഫോർമുല വന്നെങ്കിൽ ആ എനെ ഫസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് എന്താക്കുക, എന്നിട്ട് ഫസ്റ്റ് ABC എന്നുള്ള എഴുതി വെക്കാം. എന്നിട്ട് അതിനിതാ ഈ ax² + bx + c അതിന് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി ചെയ്താൽ കണ്ടില്ലേ. എനെ കോമൺ ആക്കി പുറത്തേക്ക് എടുത്തു. ബാക്കി എന്നിട്ട് x + b/2a². അത് കഴിഞ്ഞിട്ട് c/a - b²/4a². അതിനെ നമുക്ക് എന്താക്കാൻ പറ്റും, അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സം ± k² എന്ന് കിട്ടും. എന്ന് കിട്ടും. അപ്പം ax² + bx + c എന്നുള്ള ഫോർമുലയിൽ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കിയാൽ മതി, ഇത് യൂസ് ചെയ്താൽ മതി. ഇനി റൂട്ടിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, എന്താക്കിയാൽ മതി, സെയിം മെത്തേഡിന് ചൂസ് ചെയ്യാൻ ലാസ്റ്റ് ഒരു റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അതേപോലെ തന്നെ px + q ആണ് വന്നതെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു സംഭവം യൂസ് ചെയ്യണം. അതായത് px + q ദാറ്റ് ഈസ് ഈക്വൽ ടു a × d/ds ഓഫ് ax² + bx + c. അതായത് a × 2ax + b. ഇത് യൂസ് ചെയ്യാം. ഇത് എന്തിനോട് ഈക്വൽ ആക്കിയിട്ട് എഴുതണം, px + q ഈക്വൽ ആണ് എന്തെന്ന്, a × 2ax + b + b. ഓക്കെ, ഇതെന്താക്കണം, യൂസ് ചെയ്യണം. എന്നിട്ട് എക്സിന്റെ കോഎഫിഷ്യൻസ് എല്ലാം ഈക്വൽ ആക്കിയിട്ട് എഴുതുക. അതേപോലെ എന്താക്കുക,
കോൺസ്റ്റന്റിന്റെ കോഎഫിഷ്യൻസ് എല്ലാം ഈക്വൽ ആക്കിയിട്ട് എഴുതിയിട്ട് എന്ത് കണ്ടുപിടിക്കുക, എക്കും ബിക്കും വാല്യൂ കണ്ടുപിടിക്കുക. എക്കും ബിക്കും വാല്യൂ കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറ്റും, ബാക്കി ഉത്തരം കണ്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ലൈവിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ എങ്ങനെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറില്ല. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സംഭവങ്ങളാണ് മക്കളെ പാർഷ്യൽ ഫ്രാക്ഷൻ. അതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. അത് നിങ്ങൾക്ക് നല്ലോണം ചോദിക്കും. അത് നിങ്ങൾ എന്താക്കണം, നല്ല രീതിയിൽ പഠിക്കണം. ഇതിലുള്ള ഫസ്റ്റ് 2 അല്ല, ഫസ്റ്റ് 3 അതായത് ഈസി അല്ലേ. പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്തിനോട് ഈക്വൽ ആണ്, എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബിനോട് ഈക്വൽ ആണ്. എങ്ങനെ ഈക്വൽ ആണ് ആ ഒരു ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ. അപ്പം ആ ഒരു മെത്തേഡ് അതിന് പി എക്സ് പ്ലസ് ബൈ എക്സ് മൈനസ് എ സ്ക്വയറിന് പറയാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി, എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് എ സ്ക്വയർ അടിച്ചാൽ മതി. അതേപോലെ പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആറിന് വരെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ബൈ എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി എക്സ് മൈനസ് സി. അതിന് വെച്ചാൽ എന്താണ് എ ബൈ എക്സ് മൈനസ് എ ബി ബൈ എക്സ് മൈനസ് ബി സി ബൈ എക്സ് മൈനസ് സി. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ കണ്ടാം, 1/x+1 × x+2. ഇതിന്റെ ലാസ്റ്റിൽ 2 ഞാൻ അധികം പറയാത്തത് ഇത് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തോന്നുന്നു. പക്ഷെ എന്ന് കരുതി പഠിക്കാണ്ട് നിൽക്കരുത്, പഠിക്കണം. കാരണം പഠിച്ച് വെക്കണം. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കണം, ഉത്തരം എഴുതാൻ ഉണ്ടാകണം. അതുകൊണ്ട് പഠിക്കാണ്ട് നിൽക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടുതൽ എന്ന് മാത്രമേ ബാക്കി 3 ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താണുള്ളത്, 1/x+1 x+2 എന്നല്ലേ ഉള്ളത്. നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷനിൽ ഞാൻ ഇന്റഗ്രേഷൻ അല്ല എടുക്കുന്നത്, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. സോ അത് ഈക്വൽ ടു എന്താ എടുക്കേണ്ടത്, എ ബൈ x+1 അതേപോലെ പ്ലസ് ബി ബൈ x+2. എഴുതിയില്ലേ, ആ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതി വെച്ചല്ലോ. ഇതിങ്ങനെ ഇവിടെ 1/1 dx ബൈ x+1/x+2 ആയതുകൊണ്ടാണ് 1/1. ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ a ഇൻറ്റു x+2 പ്ലസ് b ഇൻറ്റു x+1, a ഇൻറ്റു x+2 പ്ലസ് b ഇൻറ്റു x+1. താഴെ എന്ത് വരും, x+1 x+2. അതേപോലെ ഇപ്പം എന്തുണ്ട്, 1/x+1 x+2. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയാം, നിങ്ങൾ ഇതിന്റെ ന്യൂമറേറ്റേഴ്സ് മാത്രം എന്തൊക്കെ ഒന്ന് ഈക്വൽ ആക്കിയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് 1 = a ഇൻറ്റു x+2 അതേപോലെ പ്ലസ് b ഇൻറ്റു x+1. ഞാൻ എന്താക്കാണ്, ഈ ബ്രാക്കറ്റിൽ റിമൂവ് ചെയ്ത് റീഅറേഞ്ച് ചെയ്താണ്. ദാറ്റ് ഈസ് ax പ്ലസ് 2a പ്ലസ് bx പ്ലസ് b എന്ന് എഴുതാൻ പറ്റും. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, a പ്ലസ് b ദ ഹോൾ x പ്ലസ് 2a പ്ലസ് b എന്ന് കിട്ടും. ഇങ്ങനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ 1 എന്നുള്ള നമ്പർ മാത്രമല്ല. അതായത് അവിടെ എന്താണുള്ളത്, 0x + 1 ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കുക, എക്സിന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ എന്താക്കുക, ഇക്വേറ്റ് ചെയ്യുക. അതായത് പിന്നെ എന്താക്കുക, കോൺസ്റ്റന്റ് ടേമിന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പം എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 0 അല്ലേ, അപ്പം a പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 0 വരും. കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഇവിടെ 1 അല്ലേ, അപ്പം 2a പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. കണ്ടില്ലേ, അതായത് എക്സിന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ എന്താക്കി ഇക്വേറ്റ് ചെയ്ത്, അതേപോലെ കോൺസ്റ്റന്റ് തമ്മിലുള്ള കോഎഫിഷ്യന്റും ഇക്വേറ്റ് ചെയ്ത്. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 0 ആയതുകൊണ്ട് a പ്ലസ് ബി = 0, കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് 2a പ്ലസ് ബി = 1. സോ a പ്ലസ് ബി = 0 ആണെങ്കിൽ a = -b വരുമല്ലോ. അതെന്താക്കുക, ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം തരും b = -a വരില്ല. അന്നേരം ആയി കൊടുക്കുക 2a - a ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ a = എന്ത് വരും, 1 വരും. a = 1 വന്നിട്ടുണ്ടെങ്കിൽ b = എന്ത് വരും, -1 വരും. ഇത് പ്രകാരം അപ്പം എയും ബിയും കിട്ടിയല്ലോ. ഇനി എനിക്ക് ഇന്റഗ്രേഷൻ ഓഫ് 1/x+1 x+2 dx കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ എന്താണ്, ഇന്റഗ്രേഷൻ ഓഫ് a/x+1. നേരത്തെ ഇന്റഗ്രേഷൻ ഇല്ലാണ്ട് കൊടുത്തില്ലേ, അത് ഇന്റഗ്രേഷൻ വെച്ച് കൊടുക്കുക. b/x+2 dx. ഇതിനൊന്ന് ഞാൻ ഇതാക്കുകയാണ്, ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ ഓഫ് a/x+1 dx പ്ലസ് ഇന്റഗ്രേഷൻ ഓഫ് b/x+2 dx. അപ്പം a നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്, 1/x+1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് 1/x+1 dx പ്ലസ് ഇന്റഗ്രേഷൻ ഓഫ് 1/x+2 dx. അപ്പൊ എന്താണ്, x+1 ആണ് താഴെ ഉള്ളത്. അടുത്തെന്താണ് x+2, -1 അല്ലേ, x+2 ആണ്. അപ്പൊ എന്ത് വരും, താഴെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 1 ആണ്. അതായത് മേലേക്ക് എടുക്കുമ്പോൾ അത് -1 ആയിട്ട് മാറും. എക്സിന്റെ കോഎഫിഷ്യന്റ് -1 എന്ന് കഴിഞ്ഞാൽ എന്തായാലും ലോഗ് mod x+1 -log
മോഡ് എക്സ് പ്ലസ് 2 പ്ലസ് സി പ്ലസ് സി പ്ലസ് സി. അപ്പോൾ ഇതാണ് അതിന്റെ ഉത്തരം വരിക. ബാക്കി അതിന്റെ റീഅറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈവിലെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക നോക്കുക. ഇങ്ങനെയാണ് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക. ഓക്കെ, അപ്പം ഇനി അടുത്ത പഠിക്കാനുള്ളതാണ് മക്കളെ എന്ത്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അതായത് നമുക്ക് ഒരു എഫ് ഓഫ് എക്സും ഒരു ജി ഓഫ് എക്സും തന്നിട്ട് രണ്ട് ഫംഗ്ഷൻ തന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടോട്ടൽ ഇന്റഗ്രേഷൻ കാണാം. ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ടു ജി ഓഫ് എക്സ്. പഠിച്ചോ, ഫസ്റ്റത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്, എഫ് ഓഫ് എക്സിന് ഇന്റഗ്രേഷൻ സെക്കൻഡ്. ഇനി മൈനസ് ഹോൾ ബ്രാക്കറ്റ് ഫസ്റ്റത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇന്റഗ്രേഷൻ, അല്ലെങ്കിൽ സെക്കൻഡ് ഫംഗ്ഷൻ ഇന്റഗ്രേഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. എന്നിട്ട് എന്താക്കുക അതിൻ്റെ ഹോൾ ഇന്റഗ്രേഷൻ കാണും. ഓക്കെ, ഇതാ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഇന്റഗ്രേഷൻ. എന്നിട്ട് എന്താണ് ഇന്റഗ്രേഷൻ ഓഫ് മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡിൻ്റെ ഇന്റഗ്രേഷൻ, ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ്. ഇതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ട്, എക്സ് കോസ് എക്സ്. അപ്പോൾ ഇതാ ഫസ്റ്റ് എക്സ് ഇൻറ്റു എന്താണ് ഇന്റഗ്രേഷൻ ഓഫ് കോസ് എക്സ്, ഇന്റഗ്രേഷൻ ഓഫ് കോസ് എക്സ് മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് കോസ് എക്സ് ഡി എക്സ്, ഡി എക്സിൻ്റെ ഇൻറ്റു എന്തുണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഹോൾ ഡി എക്സ്. അപ്പോൾ എന്ത് വരും, എക്സ് ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് കോസ് എക്സ് എന്താണ്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് സൈൻ എക്സ് മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് കോസ് എക്സ് എന്താണ്, ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ്. ഡി എക്സ് ബൈ ഡി എക്സ് എന്താണ് 1 ആണ്. സോ ഡി എക്സ് വരും, മൈനസ് മൈനസ് പുറത്തേക്ക് വരുമ്പോൾ മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ്. ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ് എന്താണ്, ദാറ്റ് ഈസ് കോസ് എക്സ് എന്താണ്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും, മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഉണ്ടല്ലേ, ഇതാണ് ആ ഒരു ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡും കാര്യമൊന്നുമല്ല. ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്താക്കിയാൽ മതി, ഒന്ന് നോക്കിയാൽ മതി. ഇനി അടുത്താണ് മക്കളെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇതിനൊക്കെ 3 മാർക്കിനാണ് ചോദിക്കുക. ഇത് നിങ്ങളുടെ ലോജിക്കിനുള്ളതാണ്. നിങ്ങൾക്ക് ഈ റേസ് ടു എക്സ് തന്നിട്ട് ബ്രാക്കറ്റിനുള്ള രണ്ട് ഫംഗ്ഷൻ ഫംഗ്ഷൻ തരാണ്. എന്താണ് ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സും രണ്ടാമത്തത് അതിൻ്റെ ഡെറിവേറ്റീവും. ഫസ്റ്റത്തെ ഫംഗ്ഷൻ അതിൻ്റെ എഫ് ഓഫ് എക്സും രണ്ടാമത്തെ അതിൻ്റെ ഡെറിവേറ്റീവും ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്, ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ്. അത്രയാണ് ഫസ്റ്റത്തെ ഒരു ഫംഗ്ഷനും രണ്ടാമത്തത് പ്ലസ് ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവും ആണെങ്കിൽ ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് ഞങ്ങൾക്ക് തരുന്നതെങ്കിൽ ഇക്വേഷൻ ഇത്രേ ഉള്ളൂ, ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ്. ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റൻ ഇ റേസ് ടു എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് മസ്റ്റ് ആയിട്ട് പഠിച്ചോളൂ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ എനിക്ക് എന്ത് കൊടുക്കാം, ഇ റേസ് ടു എക്സ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് കൊടുക്കാമല്ലോ. എന്ത് കൊടുക്കാം, എഫ് ഓഫ് എക്സ് എന്ത് വരും, എൻ്റെ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വരും. എഫ് ഡാഷ് ഓഫ് എക്സോ, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയാൻ അതിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അതങ്ങ് സോൾവ് ചെയ്യാം. ഇനി പഠിക്കാനുള്ള ഒരു കാര്യമാണ് മക്കളെ ഈ ഒരു ഇക്വേഷൻ. ഇവനിലുള്ള ഈ മൂന്നാമത്തെ ഇക്വേഷൻ ആയ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നുള്ളത് ഈക്വൽ ടു 1/2 എക്സ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പ്ലസ് സി. ഇവരെ നന്നായിട്ട് മനപ്പാടം പഠിച്ചോ. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്നുള്ള ഒരു ചാപ്റ്ററിലെ ഇവനെ കൊണ്ടാണ് എല്ലാ പ്രോബ്ലം ചെയ്യുന്നത്. അവർ ഏത് ഹൈപ്പർ ബോളേൻ്റെ ഒറ്റ ഒന്ന് വെച്ചിട്ട് അത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ബാക്കി രണ്ടും നിങ്ങൾക്ക് അത്ര വലിയ കറ്റായിട്ട് പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. മൂന്നാമത്തെ ഒരിക്കലും വിടാൻ പാടില്ല. അവന് വളരെ വളരെ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇവനെ പഠിക്കൽ. ഓക്കെ, എന്താണ് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ ഇവനെയാണ് അധികവും യൂസ് ചെയ്യുന്നത്, അധികമല്ല മൊത്തമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്താണ് മക്കളെ ഇത്രയും നേരം നമ്മൾ പഠിച്ച് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ, അതായത് അത് ഇന്റഗ്രൽസ് മാത്രം കണ്ടുപിടിക്കുക. ഇനിയാണ് മക്കളെ ഇന്റഗ്രൽസ് ശരിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ? ഒന്നുമില്ല, നമ്മൾ കണ്ടുപിടിച്ച ഇന്റഗ്രലില്ലേ അതിന്റെ ലിമിറ്റ് കൊടുക്കും. എവിടെ നിന്ന് എങ്ങോട്ട്? അപ്പർ ലിമിറ്റ് ടു ലോവർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് എന്ന് കൊടുക്കും. നമ്മൾ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു മെത്തേഡ്. അതായത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഇന്റഗ്രേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിക്കാം. അതെന്താണ്? അതിനാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി, ക്യാപിറ്റൽ ലെറ്റർ ഓഫ് എക്സ്. അതിനെങ്ങനെ എങ്ങോട്ട് വേരി ചെയ്യുക? എയിൽ നിന്നും ബിയിലേക്ക് വേരി ചെയ്യാം. ഇന്റഗ്രൽ എ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്നും ബിയിലേക്ക്. അതിൻ്റെ എന്ത് കൊടുക്കുക? അതിന് ആ എക്സിന് പകരം ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുക, ബി കൊടുക്കുക. അപ്പർ ലിമിറ്റ് ആയ ബി കൊടുക്കുക. എന്നിട്ട് എന്താക്കുക? മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക.
ഇതാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്തിനു കൊടുക്കുക? എന്തിന്റെ പേരിലാണോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ കൊടുക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇവിടെ നോക്കോ, ഇന്റഗ്രേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഫസ്റ്റ് ഞാൻ എന്ത് കണ്ടുപിടിച്ചു? 2 to 3 എക്സ് സ്ക്വയർ ഡി എക്സ് അല്ലേ. ഞാൻ എക്സ് സ്ക്വയറിന് ആദ്യം ഇന്റഗ്രേഷൻ കണ്ടുപിടിച്ചു. ഇന്റഗ്രേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്താണ്? എക്സ് റൈസ് ടു 3/3 ആണ്. ഇവിടെ നമുക്ക് ആ പ്ലസ് സി വേണ്ട, സി അങ്ങ് ഒഴിവാക്കിയേക്ക്. സി നമ്മൾ അപ്പോൾ എന്താക്കിയത്? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ കേസിലാണ്. ഡെഫിനിറ്റ് ഇന്റഗ്രൽ നിങ്ങൾ സീനെ കൊണ്ടുവരണ്ട. സോ എന്തുവരും? എക്സ് സ്ക്വയർ ഡി എക്സിന് വരെ എന്ത് കൊടുക്കാം? എക്സ് ക്യൂബ് ബൈ 3. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വാല്യൂ ചെയ്യേണ്ടത്? 2 to 3യിലേക്ക്. 2 to 3യിലേക്ക്. അപ്പൊ ഫസ്റ്റ് എന്താ കൊടുക്കേണ്ടത്? 3 ആ കൊടുക്കുക. അതിന് മുമ്പ് 1/3 ഇവിടെ കോൺസ്റ്റന്റ്. കാരണം എക്സിനല്ലേ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റൂ. എക്സ് അല്ലാത്ത ബാക്കിയുള്ള സംഭവത്തിനെ പുറത്തേക്ക് ഇങ്ങ് എടുത്ത് വെച്ചു. 1/3 ഞാൻ എന്താക്കി? പുറത്തേക്ക് 1/3 ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു. ബാക്കി എന്തുണ്ട്? എക്സ് ക്യൂബ് ഉണ്ട്. എവിടെ നിന്ന് അങ്ങോട്ട്? 2 to 3. ഇനി എക്സിന് വാല്യൂ ചെയ്യണം. കൊടുത്തോ എക്സിന് വാല്യൂ? 1/3 ഇൻറ്റു ഫസ്റ്റ് എന്ത് കൊടുക്കണം? അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്താണ്? 3. ദാറ്റ് ഈസ് 3 ക്യൂബ് മൈനസ് പിന്നെ എന്ത് കൊടുക്കണം? എക്സിന് പകരം ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് 2 ക്യൂബ്. അപ്പൊ എന്ത് വരും? 1/3 ഇൻറ്റു 3 ക്യൂബ് എന്താണ്? ദാറ്റ് ഈസ് 3 9 27 മൈനസ് അടുത്തെന്താണ്? 2 ക്യൂബ് 2 4 8. അപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 27, ദാറ്റ് ഈസ് 19/3 വരും. അപ്പൊ കണ്ടുപിടിച്ചാണെങ്കിലേ ഇതാണ് നമ്മുടെ ഇന്റഗ്രലിൽ കണ്ടുപിടിക്കുന്ന, അതായത് ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് തന്നോട്ടെ, ഏത് ഇന്റഗ്രേഷൻ തന്നു കഴിഞ്ഞാലും ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉപയോഗിച്ച് നിങ്ങൾ ആ ഇന്റഗ്രലിൽ എന്തൊക്കെ സോൾവ് ചെയ്യുക. എന്നിട്ട് എല്ലാ ഇന്റഗ്രലിലും സോൾവ് ആയി പക്ക ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതിന് ഏതിന്റെ പേരാണ്? എക്സിന്റെ പേരാണ് അധികം വരിക. എക്സിന് പകരം എന്ത് കൊടുക്കുക? അപ്പർ ലിമിറ്റ് ഫസ്റ്റ് കൊടുക്കുക. അത് മൈനസ് എന്ത് കൊടുക്കുക? ലോവർ ലിമിറ്റ്. ഇതാണ് നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. പിന്നെ ഇവിടെ വ്യത്യാസം വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഇത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മുടെ ഈ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ലിമിറ്റ്സ് ഉണ്ടല്ലോ, ലിമിറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ നമ്മൾ വാല്യൂ ചെയ്യുന്ന എന്തിലാണോ അതിലാണ്. ഇവിടെ എന്താണ്? ഡി എക്സ് ആണ്. എന്താണ്? ഡി എക്സ് ആണ്. അപ്പം ഡി എക്സ് അതായത് എക്സിനുള്ള ലിമിറ്റ് ആണ് -1 to 1. ഇവിടെ ഞാൻ എന്താക്കാണ്? എൻ്റെ എന്ത് യൂസ് ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ആണ്. ബിക്കോസ് എന്താണ്? എക്സ് റൈസ് ടു 5+1 പകരം ഞാൻ ടി എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5+1 എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഡി ടി എന്തായിരിക്കും? ഡി ടി നമ്മുടെ ഇക്വേഷൻ പ്രകാരം ദാറ്റ് ഈസ് 5x റൈസ് ടു 4 dx ആയിരിക്കും. അപ്പൊ അത് വെച്ച് എനിക്ക് എന്താക്കാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. പക്ഷെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലിമിറ്റ് എന്താണ്? എക്സിനുള്ള ലിമിറ്റാണ്. അപ്പം ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ലിമിറ്റിനും കൂടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എങ്ങനെയാണ് ലിമിറ്റിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? എക്സിൻ്റെ ലിമിറ്റ് എന്താണ്? -1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എക്സ് ഈക്വൽ ടു -1 ഫസ്റ്റ് കൊടുക്കാം. എക്സ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ ടി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തല്ലോ. അതിൽ എക്സിന് പകരം ഏത് വാല്യൂ കൊടുക്കുക? -1 വാല്യൂ കൊടുക്കുക. -1 റൈസ് ടു 5 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 + 1 ഈക്വൽ ടു 0. അപ്പം എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ ടിയുടെ വാല്യൂ എത്രയാണ്? 0. സോ കൊടുത്തോ ഇന്റഗ്രൽ 0. ഇനി എക്സിന് എന്ത് വാല്യൂ കൊടുക്കുക? എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. അപ്പൊ ടിയിൽ എന്ത് ചെയ്യുക? എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് എക്സിന് പകരം എന്ത് കൊടുക്കണം? 1 റൈസ് ടു 5 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 ഈക്വൽ ടു 2. ഇന്റഗ്രൽ 0 to 2. അപ്പം കണ്ടില്ലേ? ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ടിക്ക് കൊടുക്കുന്ന ടൈമിൽ അതേ സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെയും ബാധകമാണ്. നമ്മുടെ എക്സിന് കൊടുത്ത ലിമിറ്റും മാറ്റാൻ ബാധകമാണ്. എക്സിന്റെ ലിമിറ്റ് എങ്ങനെ മാറ്റുക? ടി ഈസ് ഈക്വൽ ടു നമ്മൾ ഒരു സംതിങ് എക്സ് കൊടുക്കുമല്ലോ. ഇവിടെ എന്ത് കൊടുത്തത്? എക്സ് റൈസ് ടു 5 + 1. അപ്പം നമ്മുടെ ലിമിറ്റ് -1 ആകുന്നത്. അപ്പം -1 ആകുന്ന കേസിൽ ടി എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന് പകരം ആ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എനിക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അതേപോലെ എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് എനിക്ക് എന്ത് 2 കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ 5x റൈസ് ടു 4 dx അല്ലേ എൻ്റെ ഡി ടി എന്ന് പറയുന്നത്. സോ ഡി ടി എക്സ് റൈസ് ടു 5 + 1 എന്താണ്? എൻ്റെ റൂട്ട് ടി. എക്സ് റൈസ് ടു 5 + 1 ടി അല്ലേ. സോ ഇത് കണ്ടുപിടിച്ചോ. ഇന്റഗ്രേഷൻ ഓഫ് 0 to 2 റൂട്ട് ടി ഡി ടി. ഇവിടെ ഒരു ഇതുണ്ട്. ഇനി നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ലിമിറ്റൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് എന്താക്കാണ് ചെയ്യേണ്ട? റീസബ്സ്റ്റിറ്റ്യൂട്ട് പോലെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ പോലെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വെച്ച് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അതായത് നമുക്ക് കണ്ടുപിടിക്കാം ടി റൈസ് ടു 1/2 + 1/1/2 + 1 വേരി ടു 0 to 2. അപ്പോൾ എന്ത് വരും?
1/2 + 1 ദാറ്റ് ഈസ് 3/2 മേലെ വരുമ്പോൾ 2/3 t⁻³ ഇവിടെ നിന്ന് വരണം 0 to 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 t⁻² കൊടുത്താൽ എന്ത് വരും 2/3/2 ബാക്കി മൈനസ് എന്ത് വരും ഒരു 0/3/2 വരും. അതെന്താണ് 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും 2/3√8 വരും. ഇതാണ് ആ ഒരു മെത്തേഡ്. പിന്നെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ നോക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ എന്തൊക്കെ സോൾവ് ചെയ്ത് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഇന്റഗ്രൽ a to b f(x) ds എന്തായിരിക്കും, ഇന്റഗ്രൽ a to b f(t) dt നോട് ഈക്വൽ ആയിരിക്കും. ആ ലിമിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ a to b f(x) dx എന്തിനോട് ഈക്വൽ ആണ്, -b to a f(x) dx നോട് ഈക്വൽ ആണ്. അതേപോലെ തന്നെ a to a അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആണെങ്കിൽ f(x) dx എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, അതായത് അപ്പർ ലിമിറ്റും സെയിം തന്നെ കൊടുത്താൽ ഞാൻ 0ലേക്കല്ല പോവുക. ബേസിക് ലോജിക്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് a to b f(x) dx കണ്ടുപിടിക്കുന്ന വരം അതിനിടയിൽ ഒരു പോയിന്റ്, അതായത് 1 to 4 ഞാൻ കണ്ടുപിടിക്കുന്ന വരം ഞാൻ എന്ത് കണ്ടുപിടിക്കും 1 to 2 2 to 4 അങ്ങനെ കണ്ടുപിടിച്ചാലും നമുക്ക് കിട്ടുക ആൻസർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് അടുത്ത പ്രോപ്പർട്ടി. a to b f(x) dx ഈക്വൽ ടു എന്തായിരിക്കും a to c f(x) dx പ്ലസ് c to b f(x) dx. അതിനിടയിൽ ഒരു c വെച്ചിട്ടുണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഉത്തരത്തിന് ഒരു മാറ്റവും വരില്ല. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് a to b f(x) dx എന്തിനോട് ഈക്വൽ ആണ്, a to b f of a plus b minus x dx നോട് ഈക്വൽ ആണ്. a to b f of a plus b minus x dx നോട് ഈക്വൽ ആണ്. ഓക്കെ, അതേപോലെ 0 to a f(x) dx അതായത് b സ്ക്വയർ അവിടെ 0 ആണ്. അപ്പം എന്തെങ്കിലും a minus x dx നോട് ഈക്വൽ ആണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം. പിന്നെ 0 to 2a അത് അത്ര വലിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 0 to 2a ആ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നിയില്ല. അത് ഞാൻ പറയാം. 0 to 2a f(x) ds എന്നാണ്. 0 to a f(x) ds 0 to a f of 2a minus x ആണ് ആ ഒരു സംഭവം. പിന്നെ അടുത്തത് -a to a f(x) dx അത് എന്താണ് 2 into 0 to a f(x) dx. എപ്പം അതൊരു ഈവൺ ഫംഗ്ഷൻ. ഈവൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, f of -x is equal to f of x ആകുന്ന കേസ്. f of -x അതായത് നമ്മുടെ എക്സിന് പകരം എന്ത് കൊടുക്കുക, -x കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് f of x തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതാണ് ഈവൺ ഫംഗ്ഷൻ ആണ്. അങ്ങനെ ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ -a to f(x) dx എന്തിനോട് ഈക്വൽ ആയിരിക്കും 2 into 0 to f(x) dx ആയിരിക്കും. ഇനി ഓഡ് ഫംഗ്ഷൻ ആണെങ്കിലോ അത് ഈക്വൽ ടു 0 ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻ എന്താണ്, f of -x ഈക്വൽ ടു എന്താണ് -f of x ആണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ് ഓഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇന്റഗ്രൽസ് പഠിക്കാനുള്ളത്. ഇനി കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും അത് നമ്മൾ ലൈവിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്താക്കുക, ഒറ്റയ്ക്ക് സോൾവ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ഇന്റഗ്രൽസിൽ പഠിക്കാനുള്ളത്, ഡെഫിനറ്റ് ഇന്റഗ്രലിൽ. ഇപ്പം ഇതെല്ലാം എന്താക്കുക, നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ലൈവിലുണ്ട് ഫുൾ ആയിട്ട് എന്തൊക്കെയാണ് 0 to a plus എന്നുള്ള ലൈവിലുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. നല്ലോണം പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്റഗ്രൽസ് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങുമെന്ന് വിചാരിക്കുന്നു.